ഗൈസ് ഞങ്ങളുടെ ലാസ്റ്റ് ഓണം സെലിബ്രേഷൻ ആണ് ഗൈസ്. അതിന്റെ വീഡിയോ ആണ് വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല ഗൈസ്. ഓണായതിന്റെ എല്ലാ ബഹളങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പൂക്കളം. നല്ല ഭംഗിയിലാണ്. പൂക്കളൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴേക്കും എന്റെ ഫ്രണ്ട്സ് വന്നു. ഇതാണ് ഗൈസ് വിഷ്ണു ഓതി. എന്റെ 2 ഫ്രണ്ട്സ് ആണ്. ഒരാൾ കൂടി ഉണ്ട്. അവിടെ ഞാൻ വീഡിയോയിൽ കാട്ടിയിട്ടില്ല. അവൾക്ക് വീഡിയോ എടുക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ബാക്ക് നോക്കിയാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത് മുഖം വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഗൈസ് ആദ്യം നല്ല ഭംഗിയിലാണ്. ഇതെന്റെ സ്വപ്ന ടീച്ചറാണ് ഗേസ്. നല്ല ഫ്രണ്ട്ലി ടീച്ചറാണ്. ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും നല്ല രസമാണ് ഗേസ്. നല്ല ഫ്രണ്ട്ലി ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അന്ന് ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ച് 2-3 വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പൂക്കൾ ഇടാനുള്ള സമയമായി ഗേസ്. അപ്പോഴേക്കും ഞങ്ങൾ വേഗം നിൽക്കാൻ തുടങ്ങി. കാണാതെ 2 മണിക്കൂറുണ്ടായി. പുതാരിഫിനെ കണ്ടോ ഗേസ്? ഒരു പണിയും ചെയ്യാണ്ട് ഇങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി എന്നെ പുറത്താക്കും ഗേസ്. അതുകൊണ്ട് ഞാൻ ഓരോ പൂക്കളൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഞാൻ നന്നാക്കാൻ തുടങ്ങി ഗേസ്. ഞാൻ എല്ലായിരുന്നു ആദ്യം നന്നാക്കണ്ടായിരുന്നു. ഭയങ്കര പണിയായിരുന്നു ഗേസ്. അങ്ങനെ ഞങ്ങൾ ഇടാനൊക്കെ തുടങ്ങി. കഥകളി വരയ്ക്കുന്ന ആള്, കഥകളി ഇടുന്ന ആള് ഇതുവരെ വന്നിട്ടില്ല. പൂക്കളിടാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഗേസ്. പക്ഷേ ഇത് അത്ര എളുപ്പമായിരുന്നില്ല. സാധാരണ പൂക്കൾ ഇടുന്ന പോലെ ആയിരുന്നു. കുറച്ച് പാടായിരുന്നു. ഞങ്ങൾ ഇടാൻ തുടങ്ങാൻ കുറച്ച് അധികം ലേറ്റ് ആയിരുന്നു ഗേസ്. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം സ്പീഡിൽ ഇടാൻ ശ്രമിക്കുന്നത്. കാരണം 2 മണിക്കൂറല്ലേ ആകുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇതുവരെ ആക്കി ഗേസ്. അപ്പോഴേക്കും ഖദീജ വന്ന് കണ്ണൊക്കെ വരയ്ക്കാൻ തുടങ്ങി. കണ്ണൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി. പക്ഷേ കണ്ണെത്ര നോക്കിയിട്ട് ശരിയാവണുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ സെറ്റ് ആക്കിയിട്ട് ഇതുവരെ എത്തിച്ചു. എനിക്ക് ഇഷ്ടമായോ ചോദിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല ഗേസ്. ഞങ്ങൾ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഗേസ്. ഇതാണ് മറ്റേ ക്ലാസ്സിന്റെ പൂക്കളം. ഇവരെ സിമ്പിൾ ഡിസൈൻ ആയിരുന്നു. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പുറത്താക്കി ഗേസ്. കാരണം അവിടെ വൃത്തിയാകണം. വൃത്തിക്ക് മാർക്കുണ്ടല്ലോ. ഞാൻ അവരോട് പറഞ്ഞ ഗേസ് കാരപ്പനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും അരയിലുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. സോ അതൊന്നും കിട്ടിയില്ല. ഇതിലുള്ള ഒരു അശരീരി നിങ്ങൾ കേട്ടായിരുന്നു ഗൈസ്. അത് വിഷ്ണുവാണ്. ഞാനിങ്ങനെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലാന്ന്. ബട്ട് ചില സമയത്ത് എനിക്ക് ഒരു ബോധം ഉണ്ടാവില്ല ഗൈസ്. സോ ആ സാഹചര്യങ്ങളിൽ ഇവളാണ് എന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാറ്. സോ ഗൈസ് ടീച്ചേഴ്സ് ഒക്കെ നോക്കാൻ വന്നിരിക്കുകയാണ്. ജഡ്ജസ് ആണ് അവര് പൂക്കളൊക്കെ നോക്കാൻ വന്നിരിക്കുകയാണ്. ആദ്യം കണ്ട പൂക്കളം നിങ്ങൾ കണ്ടില്ലേ ഗൈസ്? എനിക്കത് അത്ര മനസ്സിലായില്ല എന്നത്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇതിൽ ഇവരിങ്ങനെ ദീപമൊക്കെ വെച്ചത് കാര്യം സിമ്പിൾ ഡിസൈൻ ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. പോവുകയാണ് ഗൈസ്. ലാസ്റ്റ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു ഗൈസ്. ഇപ്പൊ അതേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജഡ്ജസ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. നല്ല വിശർക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ പറഞ്ഞു ഗേസ്. കാരണം അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. മലയാള ബാങ്ക് ഉണ്ട് ഇനി, പിന്നെ പാട്ടുണ്ട് ഇനി, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകാർ ഓണപ്പാട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് അതാണ്. എനിക്ക് ഞങ്ങളുടെ ക്ലാസ്സിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിൽ ഒരാൾ പാടുന്ന മാത്രമേ ഒച്ചത്തിൽ കേൾക്കാണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരെ സൗണ്ടും കേൾക്കാണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാർക്ക് കിട്ടുമെന്ന് അറിയില്ല. ഓണപ്പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മലയാളി മംഗ കോമ്പറ്റീഷൻ തുടങ്ങി ഗേസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗേസ്. ബട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളം തീരെ അറിയില്ല ഗേസ്. പ്രത്യേകിച്ച് ഫോർമലായിട്ട് പറയാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇപ്രാവശ്യം ഒരു പരീക്ഷണത്തിന് തയ്യാറായില്ല. ഇപ്പൊ കൊടുക്കുന്ന ഈ സമ്മാനം പൂക്കള മത്സരത്തിന്റെ ആണ് ഗേസ്. +1 Aക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ബട്ട് കുഴപ്പമില്ല ഗേസ്. ഞങ്ങളുടെ ക്ലാസ്സിന് സെക്കൻഡ് കിട്ടിയിരുന്നു. അതെ ഗൈസ്, ഇപ്പൊ നിങ്ങൾ കേട്ടത് സിമി ടീച്ചറുടെ പാട്ടാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പരിപാടികൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ വന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഗൈസ് തോന്നുന്നത്. കാരണം അത്രയും നല്ല ഫ്രണ്ട്സാണ്, നല്ല ആൾക്കാരാണ്. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. സദ്യ വിളമ്പലും കഴിക്കലൊക്കെ ഭയങ്കര പെട്ടെന്നായിരുന്നു ഗൈസ്. എൻ്റെ മോമിയായിരുന്നു സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ മാത്രമല്ല കുറച്ച് പേര് വിളമ്പാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഈ മോരൻ്റെ കണ്ണിൽ പെട്ടത്. എനിക്കിത് കണ്ടിട്ട് കുടിക്കാൻ തോന്നിയിട്ട് വന്നത്. ചോറിനെ പറ്റി എന്താണ് എല്ലാവർക്കും
വിളമ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ടൈം ആയി ഗൈസ്. ഞങ്ങൾ എന്നിട്ട് ഇതേ കൈ കഴുകാൻ പോവാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പപ്പടമൊക്കെ ആകെ കുറച്ചുണ്ടായിരുന്നു ഗൈസ്. പൊടിയായിട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് പപ്പടം ചോറും സാമ്പാറും ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് പായസം കുടിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് അവരെന്നോട് ചോദിക്കുന്നത് ഗൈസ് വടംവലിക്ക് ഇറങ്ങുമോ. എനിക്ക് പണ്ടത്തെ സ്കൂളിലൊക്കെ ഇറങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. പക്ഷേ ചില കാര്യങ്ങൾ കാരണം എനിക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഇറങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഗൈസ് എൻ്റെ ബാക്കിൽ നിൽക്കുന്ന വിഷ്ണു പറഞ്ഞത്, എടാ ഇത് ലാസ്റ്റ് ആണ്, ഇനി നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. സോ നിനക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായി, നീ വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആലോചിക്കാൻ നിൽക്കണ്ട, നീ ഇറങ്ങിക്കോ, ഞാനും കൂടെ വരാമെന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഗൈസ്. 2 കളിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഞങ്ങൾ 2 പേരും ഇറങ്ങി. അങ്ങനെ ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞു ഗൈസ്. ഇനി ഡാൻസ് ആണ്. ഇതേ +1-കാരുടെ ഡാൻസ് ഉണ്ട്, +2-കാരുടെ ഡാൻസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് DJയും കൂടി ഉണ്ടാവുന്നതാണ് നമ്മുടെ നിഗമനം. പക്ഷേ ഉറപ്പില്ല ഗൈസ്, കാരണം ടൈം ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയാണ് ഗൈസ്. ഇവിടെ അടിപൊളിയൊരു ഡാൻസ് കളിക്കട്ടെ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അറ്റ് ലാസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. നല്ല ലേറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് DJ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ നല്ല വിശത്ത് കുളിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് വയ്യാണ്ടായി, തീരേക്കൊന്ന് പോയി കടന്നാൽ മതി. അങ്ങനെ ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും എൻ്റെ ബുൾഡാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതും കണ്ട് ഞാൻ കിടന്നു ഗൈസ്.